അധ്യായം 26. വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയുമെന്ന പോലെ ഭോഷന് ബഹുമാനം പൊരുത്തമല്ല. കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൺ, മൂടന്മാരുടെ മുതുകിന് വടി. നീയും മൂടനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂടന് താൻ ജ്ഞാനിയെന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറയുക. മൂടന്റെ കൈവശം വർത്തമാനം വായിക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മുടന്നിന്റെ കാൽ ഞാന്ന് കിടക്കുന്നത് പോലെ. മൂടന് ബഹുമാനം കൊടുക്കുന്നത് കവണിയിൽ കല്ല് കെട്ടി മുറിക്കുന്നത് പോലെ. മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മത്തന്റെ കയ്യിലെ മുള്ളു പോലെ. എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂടനെ കൂലിക്ക് നിർത്തുന്നവനും കണ്ടവരെ കൂലിക്ക് നിർത്തുന്നവനും ഒരുപോലെ. നായ ഛർദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂടൻ തന്റെ ഭോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ. തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരിയുണ്ട്, തെരുവുകളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കഥക് ചുടിക്കുറ്റിയിലെന്ന പോലെ മടിയൻ തന്നെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തന്റെ കൈ തളികയിൽ പൂഴ്ത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം. ബുദ്ധിയോടെ പ്രതിപാദിക്കുവാൻ പ്രാപ്തിയുള്ള 7 പേരിലും താൻ ജ്ഞാനി എന്ന് മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളി എന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളുകളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെ ആകുന്നു. വിറകില്ലാതിരുന്നാൽ തീ കെട്ടുപോകും, നുണയനില്ലാതിരുന്നാൽ വഴക്കുമില്ലാതെ ആകും. തനി കനലിലും വിറക് തീക്കുമെന്ന പോലെ വഴക്കുകാരൻ കലകം ജനിക്കുന്നതിന് കാരണം. ഏഷ്ണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജനിക്കുന്ന ആദരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെ ആകുന്നു. വായിക്കുന്നവൻ അതിരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവന്റെ ഹൃദയത്തിൽ 7 വെറുപ്പുണ്ട്. അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുൻപിൽ വെളിപ്പെട്ടു വരും. കുഴികുടിക്കുന്നവൻ അതിൽ വീഴും, കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. ഭോഷ്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവനെ ദ്വേഷിക്കുന്നു. മുസ്തുതി പറയുന്ന വായ നാശം വരുത്തുന്നു.